തിന്മകളെക്കുറിച്ച് ചിന്തിക്കുന്നു. ചേർത്ത് പിടിക്കണേ, കേൾക്കാം. തിന്മകളെക്കുറിച്ച് ഒരാൾ ചിന്തിക്കുന്നു. പക്ഷെ അയാൾ പ്രവൃത്തി പദത്തിൽ അതൊന്നും ചെയ്യുന്നില്ല. ചിന്തകളിൽ മാത്രമാണ് തിന്മ വരുന്നത്. പക്ഷേ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാതെ അയാൾ നിയന്ത്രിക്കും. തിന്മകളെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അയാൾ ഒരു പാപം ചെയ്തതായി വരും. ചിന്തയിൽ തിന്മ വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം പ്രവൃത്തിപദത്തിൽ വരുന്നേയില്ല. അതിനെക്കുറിച്ച് വിശദീകരിക്കണം. നന്മ തിന്മകൾ എന്ന് പറയുന്നതിൻ്റെ വിഭാഗീയത ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പ്രിലിമിനറി സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നന്മ തിന്മകൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ തന്നെ ഉള്ളത്. കുറേ കഴിയുമ്പോൾ ചെയ്തികൾ, അവയുടെ ഫലങ്ങൾ എന്ന് പറയുന്ന ജനറൽ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോയിട്ട് വരും. നമുക്ക് സ്വസ്ഥതയും നമുക്ക് സമാധാനവും തരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ പുണ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, കാരണം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് പോലും നമുക്ക് മറ്റുള്ളവർക്കോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയും അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടേതായൊരു പശ്ചാത്താപത്തിലെത്തുകയും ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പാപങ്ങളെന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് പുണ്യം തോന്നുന്നത് മറ്റൊരാൾക്ക് പാപമായിരിക്കാം, നമുക്ക് പാപം തോന്നുന്ന ഒരാൾ മറ്റൊരാൾക്ക് പുണ്യമായിരിക്കാം. നമ്മുടെ രാജ്യത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നൊരു തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരാൾക്ക് പുണ്യപ്രവർത്തനമായിരിക്കും, നമുക്കത് പാപപ്രവർത്തനമായിരിക്കും. ഇത് ആപേക്ഷികമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിന് ആപേക്ഷികമല്ലാത്ത പാരമാർത്ഥികമായിരിക്കുന്ന ഒരവസ്ഥ പുണ്യഭാവങ്ങൾക്കില്ല എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. സാറിൻ്റെ ചോദ്യം എന്ന് പറയുന്നതിനകത്ത് ചിന്ത മാത്രം ആക്കി നിർത്തിയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. ചിന്ത ഒരുപാട് ഉണ്ടായിരിക്കും അപ്പോൾ, അല്ലേ? അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിന്തയ്ക്ക് ചിന്തയുടേതായൊരു ഗ്രാവിറ്റിയുണ്ട്, വാക്കിന് വാക്കിൻ്റേതായൊരു ഗ്രാവിറ്റിയുണ്ട്. ചിന്തയിൽ നിന്ന് കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടിയതാണ് വാക്കിനേക്കാൾ കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടിയതാണ് ആക്ഷൻ. അപ്പം ചിന്തയിൽ നിന്ന് വാക്കും, വാക്കിൽ നിന്ന് പ്രവൃത്തിയും ഉണ്ടാകുന്നു. ഈ പരിണാമത്തെയാണ് നമ്മൾ തടഞ്ഞു വച്ചിരിക്കുന്നത്. അതായത് ആ ചിന്ത ആദ്യമായിട്ട് വാക്കായിട്ട് അതിൻ്റെ ഒരു പരാമർശത്തിലൂടെ തന്നെ ഇപ്പോൾ പുറത്തു വന്നത് ഇപ്പോഴായിരിക്കും. ചിലപ്പോൾ അത് മിണ്ടാതെ വച്ചിരിക്കുകയായിരിക്കും. ആ ചിന്ത മിണ്ടാതെ വച്ചുകൊണ്ട് കിടക്കുകയും ഇപ്പോൾ അതിനൊരു ജനറൽ പരാമർശത്തിലൂടെ ഒരു റെഫറൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ സൂക്ഷിച്ചു വെച്ചു, വെളിയിൽ പറയാതെ. അപ്പോൾ ഇത് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് അത് പറഞ്ഞ് അങ്ങ് തീരും, ആക്ഷനിലേക്ക് പോകാനുള്ള എനർജി അവിടെ കാണണം എന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് നശിക്കുന്നു എന്ന് പറയാം. എന്നാൽ പോലും ആ പറഞ്ഞതിൻ്റെയും ചെയ്തതിൻ്റെയുമായ ഫലങ്ങൾ തീർച്ചയായിട്ടും അവിടെ റിയാക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളെന്ത് പ്രകൃതിയിലേക്ക് കൊടുക്കുന്നോ, നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ എറിയുന്നു, അത് നമ്മുടെ നേരെ തന്നെ തിരിച്ചു വരുന്നു. ഒരു ബൂമറാങ് ചെയ്തൊരു ആക്ടിവിറ്റിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ചിന്തയുടെ ഫലം ആ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. പാപമാണോ പുണ്യമാണോ എന്നുള്ള ചിന്തയല്ല ഇവിടുത്തെ കാര്യം, അതിൻ്റെ ഫലം എന്തായാലും നമുക്ക് പുറകെ വരുന്നുണ്ട്. അപ്പം അധികം നമ്മൾ അത്തരത്തിലുള്ള ചിന്തകൾ വെച്ച് പുറത്താതിരിക്കുക. കാരണം നമുക്ക് തന്നെ തിരിച്ചറിയാം അത് ശരിയല്ല എന്നുള്ളതാണ്. ശരിയല്ല എന്നുള്ള ചിന്ത നമുക്കറിയാമെങ്കിൽ ആ ചിന്ത വച്ച് പുലർത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേയസ്കരമായ കാര്യം. കാരണം അത് വച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പേ നമ്മൾ എമിറ്റ് ചെയ്യുന്നൊരു ഗ്യാസ് പോലെയാണ്. നമ്മളിൽ നിന്നൊരു വാതകം മുന്നോട്ട്, നമ്മളൊരു ടണലിൽ കൂടെ പോകുന്നു, നമ്മൾ തന്നെ ഒരു പുകവലിച്ച് മുന്നോട്ട് വിടുകയാണ്, അല്ലെങ്കിൽ അതൊരു പോയ്സണസ് ഗ്യാസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും, നമുക്ക് തന്നെ സഫക്കേഷൻ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ചാനൽ ഇറ്റ് ഈസ് ബീയിങ് ക്രിയേറ്റഡ് ബൈ അവർ ഓൺ ടെമ്പറമെൻറ്റ്സ്. നമ്മുടെ തന്നെ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ടണലിൽ ഉണ്ടാക്കുന്നത്, ആ ചാനൽ ഉണ്ടാക്കുന്നത്. അതിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചാരത്തിൽ നമ്മൾ തന്നെ വിഷലിപ്തമാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ചിന്തകൾ വേണ്ടി വരും, തീർച്ചയായിട്ടും വേണ്ടി വരും. അപ്പോൾ നമ്മുടെ തിരിച്ചറിവോടുകൂടി അവിടെ പോവുക എന്നുള്ളതാണ്. ബോധവാനായിരിക്കുക, കോൺഷ്യസ് ആയിരിക്കുക. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ എന്തുകൊണ്ടിത് ചെയ്യുന്നു എന്നുള്ള ബോധം ഉണ്ടായിരിക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വേറൊന്നുമല്ല. അതിന് ഫലം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും, ഫലം ഉണ്ടാകും. പക്ഷെ ഫലം വരുമ്പോൾ ഇതെൻ്റെ ചിന്ത, എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് വരുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് അനുഭവിക്കുന്നത് കൊണ്ട് അതിനൊരു ലാഘവ സ്വഭാവം ഉണ്ടായിരിക്കും. നമ്മളിത് അറിയുന്നു, ഇതാണ് കാരണം എന്നറിയാം. അതാണ് ജ്ഞാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാരും കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ഞാൻ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവധൂത ഗീതയിൽ പറയുന്നത് പോലെ ഒരു അവധൂതൻ ധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ധർമ്മത്തെ വാരിപ്പുണർന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതുമില്ല, അധർമ്മം എന്താണെന്ന് അറിഞ്ഞാൽ അതിൽ നിന്ന് മാറി നടക്കുന്നുമില്ല. ആവശ്യമുള്ളത് അതാത് സമയങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ആവശ്യമുള്ളത് ബോധ്യപ്പെടുന്നത് എവിടെയാണ്? ഈ രണ്ട് ധർമാധർമ്മ വിവേക വിചാരങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഒരു ബോധത്തിൽ മാത്രമേ എന്താണ് ഏത് സമയത്ത് നല്ലതെന്നറിയാറുള്ളൂ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം അധാർമികമായിരിക്കുന്ന പല പ്രവൃത്തികളും ചെയ്തതായിട്ട് ആ കഥാപാത്രത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളിൽ പറയുന്നില്ലേ? എന്തെല്ലാം അധർമ്മങ്ങളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ സമയത്ത് അത് അഭിലഷണീയമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫലം സ്വയം അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. സാറൊരു വക്കീലായതുകൊണ്ട് സാറിന് നന്നായിട്ട് അറിയാമല്ലോ. ചില ക്രിമിനൽസ് നമ്മളിത് വന്ന് പറയാറുണ്ട്, ഞാനങ്ങനെ ചെയ്തതാണ്, സംഭവം പറ്റിപ്പോയി, കയ്യിൽ നിന്ന് വിട്ടുപോയി സാർ എന്ന് തന്നെ പറയാറുണ്ട് ഇല്ലേ? അവരറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അവരറിഞ്ഞുകൊണ്ട് അവരുടെ ആ സമയത്തെ ഒരു വാശിയുടെയോ വൈരാഗ്യത്തിൻ്റെ പേരിൽ അവർ ചെയ്തു പോയി, അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ സത്യത്തിൽ അവർക്ക് ആ ശിക്ഷയിൽ കൂടെ പോകാൻ വേണ്ടി അവർ മാനസികമായി തയ്യാറാവുന്നുണ്ട്. പിന്നെ അവരെ മാറ്റിക്കൊണ്ടുവരുന്നത് നമ്മളായ വക്കീലന്മാരാണ്. അവരെ അനുഭവിക്കാൻ വിടാതെ വീണ്ടും വളച്ചെടുത്ത് വീണ്ടും അവരെ സുഖലോലുപന്മാരാക്കി. അത് വക്കീലന്മാരുടെ ധർമ്മമാണ് കേട്ടോ, ഒരു തെറ്റൊന്നുമല്ല പറയുന്നത്, വക്കീലന്മാരുടെ ധർമ്മമാണ്. കാരണം അതെങ്ങനെയാണല്ലോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ആ അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ആ അറിവില്ലായ്മയിൽ തെറ്റിപ്പോയിരിക്കുന്ന കാര്യങ്ങളിലിട്ട് കുറച്ച് അറിവ് കൊടുത്തുകൊണ്ട് അവനെ ഒരു കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയൊരു ധർമ്മത്തിൻ്റെ ഭാഗമാണ്. അത് മുഴുവൻ വക്കീലന്മാർ ചെയ്യുന്നു എന്നല്ല അർത്ഥം പറയുന്നു, വക്കീലന്മാർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടൊന്നും കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കുന്നില്ല. അയാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എന്തായാലും അനുഭവിക്കുന്നുണ്ട്. അതിന് കോടതി വഴി ശിക്ഷ കിട്ടിയാലും ശരി, ശിക്ഷ കിട്ടിയില്ലെങ്കിലും ശരി. അപ്പോൾ അത്തരത്തിൽ ഒരു കർമ്മം ചെയ്തിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുറ്റബോധം അവനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും. എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം ആരോഗ്യവകുപ്പിലായിരുന്നു. ആരോഗ്യവകുപ്പിൽ അദ്ദേഹം കാണിച്ച ഒരു അഴിമതിയുടെ പേരിൽ ഒരു ഡോക്ടർ ബലിയാടാവുകയും അദ്ദേഹം ആത്മഹത്യയും ചെയ്തു. ഇദ്ദേഹം പിന്നീട് വലിയ ആത്മീയ മാർഗത്തിൽ സഞ്ചരിച്ചു. പ്രയോജനമൊന്നുമില്ല, എന്നാലും വിട്ടില്ല, ആത്മീയ മാർഗത്തിൽ സഞ്ചാരം തുടങ്ങി. കുറ്റബോധമാണ്. അപ്പോൾ അയാളുടെ മുഖത്ത് ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാവില്ല. ഈ ആത്മീയമല്ലേ, അദ്ദേഹത്തിൻ്റെ ഭഗവാൻ മുമ്പ് വന്ന് പ്രത്യക്ഷപ്പെട്ടാലും അയാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, സന്തോഷപ്പെടാൻ പോകുന്നില്ല. കാരണം അയാളുടെ കുറ്റബോധം അവിടെ ഉണ്ട്. അതിന് തൽക്കാലം ഓടി ഒളിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ആളുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടായിരിക്കും. അതോ രോഗങ്ങൾ വന്ന് മരിച്ചോ? തീർച്ചയായിട്ടും അത്തരം കുറ്റബോധങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ട് രോഗികളാക്കി തീർക്കും എന്നുള്ള സംശയമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. താൽക്കാലികമായ ശാന്തിക്ക് വേണ്ടി ആത്മീയത സ്വീകരിക്കാം. തീവ്രവാദികളായിരിക്കുന്ന സ്വഭാവത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ആത്മീയ മാർഗത്തിലേക്ക് വന്നവരെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം തന്നെ സ്വയം ഓർമ്മിച്ച് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷൻ തീ വെച്ചു. തീ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്നു. പിന്നീട് അദ്ദേഹം ആത്മീയ പ്രസംഗം നടത്താൻ പോയപ്പോഴത്തേക്കും ഈ പറഞ്ഞ അവിടെ മരിച്ചുപോയ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഭാര്യ മുമ്പ് വന്ന് ചോദിച്ചു, നിങ്ങളിപ്പോൾ ആത്മീയം പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം പോലെ, ആ ഒരു ചോദ്യത്തിന് ഒരിക്കലും അദ്ദേഹത്തിന് മനസാക്ഷിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അദ്ദേഹം നേരിട്ട ഒരു വലിയ കടുത്ത അനുഭവം തന്നെയായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്.
അപ്പോൾ എന്തായിരുന്നാലും അതിൻ്റെ ഫലം പുറകെ വരുന്നു. ചിന്തയായിരുന്നാലും വാക്കായിരുന്നാലും പ്രവൃത്തിയായിരുന്നാലും. നമ്മളിങ്ങനെ നമ്മുടെ ഭാവിയിലുള്ള സമയം ഇങ്ങനെ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അശ്രദ്ധാവാനായിട്ട് എഴുതുന്നു, ഒരു ബോധവാൻ ശ്രദ്ധയോടുകൂടി അറിഞ്ഞുകൊണ്ട് എഴുതുന്നു. അത്രയുള്ള വ്യത്യാസം. രണ്ടുപേരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ കഥ എഴുതുകയാണ് എന്ന് പറഞ്ഞ പോലെ. ബോധവാനായിരിക്കുന്നവൻ അറിഞ്ഞുകൊണ്ട് എഴുതുന്നു, എന്തൊക്കെ തൻ്റെ കഥയിൽ ഉൾപ്പെടുത്തണം. ഇതൊന്നും അറിഞ്ഞുകൂടാതെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതിനുള്ള സുഖം മാത്രം വച്ചുകൊണ്ട് സാധാരണക്കാരൻ ആ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ചിന്തകൾ എന്നുള്ളത് മാത്രമേ അവയ്ക്ക് കുഴപ്പമില്ലാതില്ല എന്ന് ലാഘവ ബുദ്ധിയോടുകൂടി കാണാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.